ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ റീസണിങ്ങിൻ്റെ 4th റിവിഷൻ ക്ലാസ് ആണ്. സോ ഇതും നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അതായത് BSGN എന്നുള്ളത് 5, 22, 10, 17 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നെക്സ്റ്റ് TAUE എന്നുള്ളത് 23, 4, 24, 8 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ DQ ഇതിൻ്റെ കോഡ് എന്താണെന്നല്ലേ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ചെയ്യുമ്പം ആൽഫബറ്റ്സും അതിൻ്റെ പൊസിഷൻ നമ്പേഴ്സും ഉണ്ടെങ്കിൽ അതായത് ആൽഫബറ്റ്സും ഇതുപോലെ നമ്പേഴ്സും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പൊസിഷൻ നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കണം. ബി എന്ന് പറഞ്ഞാൽ മോനെ തേർഡ് ആൽഫബറ്റ് അല്ലേ, ആണോ? ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആൽഫബറ്റ് അല്ലേ. പക്ഷെ ഇവിടെ 5 എന്നാണ് വന്നത്. അപ്പോൾ 2 എങ്ങനെ 5 ആവുന്നത്? +3 അല്ലേ. 2 എങ്ങനെ 5 ആവുന്നത്? +3 ആണ്. സോ അവിടെ നിൽക്കട്ടെ. എസ് എന്നുള്ളത് 19ാമത്തെ ആൽഫബറ്റാണ്, ജി എന്നുള്ളത് 7th ആൽഫബറ്റാണ്, എൻ എന്നുള്ളത് 14ാമത്തെ ആൽഫബറ്റാണ്. സോ ഈ നമ്പേഴ്സ് ഇവയും തമ്മിൽ കണക്ഷൻ എന്താ ചെക്ക് ചെയ്യാം. എന്താ കണക്ഷൻ? എല്ലാത്തിൻ്റെയും കൂടെ +3 ആഡ് ചെയ്തിരിക്കുകയാണോ? 2 + 3 ആണ് 5, 19 + 3 ആണ് 22, 7 + 3 ആണ് 10, 14 + 3 ആണ് 17. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും അതുപോലല്ലേ. ടി എന്ന് പറഞ്ഞാൽ 20 ആണ്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്, യു എന്ന് പറഞ്ഞാൽ 21 ആണ്, ഇ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ഇതിൻ്റെ എല്ലാം കൂടെ 3 ആഡ് ചെയ്ത് എഴുതിയിരിക്കുകയല്ലേ ഇവിടെ, ആണോ? സോ അങ്ങനെയാണെങ്കിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ മോനെ? 16ാമത്തെ ആൽഫബറ്റാണ്. സോ 16 + 3 എന്താ? 19 വരണം. സോ 19 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരെണ്ണമല്ലേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ ഇതായിരിക്കും, ബാക്കി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ജെ എന്ന് പറഞ്ഞാൽ 10 ആണ്, ഇവിടെ വരുമ്പോൾ 13 ആവും. ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്, ഇവിടെ വരുമ്പോൾ 7 ആവും. ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര? OPQ 17 ആണ്, ഇവിടെ വരുമ്പോൾ 20 ആവും. സോ ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് ഓപ്ഷനാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ഇത് നമ്മുടെ വെൻ ഡയഗ്രം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ചെയ്യാൻ പറ്റുമോ നോക്കി. ഫീമെയിൽ കാർഡിയോളജിസ്റ്റ് എഞ്ചിനീയർ എന്നാണ് ചോദ്യം. ഓക്കെ, ഫീമെയിൽ ഉണ്ട്, കാർഡിയോളജിസ്റ്റ് ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്. കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റഡ് ടു നമ്മുടെ ഹാർട്ട് സംബന്ധമായി ചികിത്സിക്കുന്ന ആളാണ് ആര്? കാർഡിയോളജിസ്റ്റ്. എഞ്ചിനീയർ എന്താണെന്ന് നമുക്കറിയാം. സോ ഒരാൾ എഞ്ചിനീയറിങ് കാർഡിയോളജിസ്റ്റും ആവുമോ? ഇല്ലല്ലോ. ഫീമെയിൽസ് നോക്കി, ഫീമെയിൽസ് കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഫീമെയിൽസും ഉണ്ട്, എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ഫീമെയിൽസും ഉണ്ട്, ആണോ? ഇപ്പോൾ ലോകത്തുള്ള ഫീമെയിൽസിനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ലോകത്തുള്ളതാണ്ട് ഫീമെയിൽസിനെ, ഇതാണ് ലോകത്തുള്ള എല്ലാ ഫീമെയിൽസും എന്ന് വെച്ചു. ഓക്കെ, ഇതാണ് ലോകത്തുള്ള എല്ലാ ഫീമെയിൽസും ഇതിനകത്തുണ്ട്. സോ ഈ ഫീമെയിൽസിൽ കുറച്ച് ആളുകൾ കാർഡിയോളജിസ്റ്റ് ആയിരിക്കുമല്ലോ. എല്ലാ ഫീമെയിൽസും കാർഡിയോളജിസ്റ്റ് ആണോ? അല്ല. എല്ലാ കാർഡിയോളജിസ്റ്റും ഫീമെയിൽസ് ആണോ? അല്ല. അപ്പോൾ കുറച്ച് ആളുകൾ എന്തായാലും കാർഡിയോളജിസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത് കാർഡിയോളജിസ്റ്റ്, ഇത് ഫീമെയിൽ. ഇനി നോക്കി, ലോകത്തുള്ള ഫീമെയിൽസിൽ കുറച്ച് ആളുകൾ എന്തായിരിക്കും? എൻജിനീയേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെയല്ലേ വരിക, ആണോ? അത് കുറച്ച് സ്ത്രീകൾ, എൻജിനീയറായിട്ടുള്ള സ്ത്രീകളുണ്ട്, കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, ആണോ? ഇത് രണ്ടുമല്ലാത്ത സ്ത്രീകളുണ്ടല്ലോ, അതാണ് ഈ സെൻറ്റർ ഭാഗത്തുള്ളത്. മനസ്സിലായി? അപ്പോൾ കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ സ്ത്രീകളായുള്ള കാർഡിയോളജിസ്റ്റ് ഉണ്ട്, സ്ത്രീകളല്ലാത്ത കാർഡിയോളജിസ്റ്റ് ഉണ്ട്, അതാണ് വേണ്ടത്. സ്ത്രീകളായുള്ള എൻജിനീയേഴ്സ് ഉണ്ട്, സ്ത്രീകളല്ലാത്ത എൻജിനീയേഴ്സ് ഉണ്ട്, അതാണ് വേണ്ടത്. മനസ്സിലായി? അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക? ഈ ഓപ്ഷൻ അല്ലേ. ഇത് കണ്ടുപിടിക്കാവോ? ബേസ്ഡ് ഓൺ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ 3 of the following 4-letter clusters are alike in certain way and thus form a group. അതായത് ഓഡ് ഓൺ ഔട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓഡ് മാൻ ഔട്ട് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കൺസണൻസ് ഓർ വവൽസ്. അതായത് ഇതിനകത്ത് വവൽസിൻ്റെയോ അല്ലെങ്കിൽ കൺസണൻസിൻ്റെയോ എണ്ണം വെച്ചിട്ടല്ല ഇത് ഓഡ് ഓൺ ഔട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് പൊസിഷൻ നോക്കാം. ഒന്നിടവിട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എച്ച് കഴിഞ്ഞാൽ ഐ വിട്ടു ജെ, കെ വിട്ടു എൽ. ഓക്കെ, ഇവിടെ എല്ലാം ഇവിടെ എന്താ H+2 ആണ് ജെ, ഇവിടെ എല്ലാം ഓർഡർ +2 എന്നാണ്. NOP ആണ്, QR ആണ്. ഒന്നിടവിട്ടാണ് ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്.
എഫ് ജി വിട്ട് എച്ച് ഉണ്ട്, ഐ വിട്ട് ജെ ഉണ്ട്. പക്ഷേ എസ് യു വി എന്ന് പറഞ്ഞാൽ എസ് കഴിഞ്ഞിട്ട് ടി വിട്ട് യു ഉണ്ട്, യു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആൽഫബറ്റ് അങ്ങ് എഴുതിയിരിക്കുകയാണ് വി എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതല്ലേ ഓഡ് വൺ ഔട്ട്. കാരണം ഇത് ആക്ച്വലി എങ്ങനെയാണ് പറഞ്ഞത്, എസ് കഴിഞ്ഞിട്ട് ടി വിട്ട് യു വന്നു, യു കഴിഞ്ഞിട്ട് വി വിട്ട് ഡബ്ല്യു വരണം. അപ്പോൾ എസ് യു ഡബ്ല്യു എന്നാണ് വരേണ്ടത്, പക്ഷേ ഇവിടെ എസ് യു വി എന്നാണ് വന്നത്. സോ ഓപ്ഷൻ 2. ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. ഓക്കെ, ഇവിടെ എന്ത് വേണ്ടേ, ഈ മൂന്നെണ്ണം നോക്കുമ്പോൾ നമുക്ക് ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? ഇ ഉണ്ട്, ആർ ഉണ്ട്, എ ഉണ്ട്, എൽ ഉണ്ട്, ഒ ഉണ്ട്, ടി ഉണ്ട്. ഇത്രയാണ് ആൽഫബറ്റ്സ് ഇതിനകത്ത് ഉള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കാം, കോമൺ ആയിട്ട് നമുക്ക് എന്തുണ്ട്, ആർ ഉണ്ട്. അപ്പോൾ ആർ വെച്ച് എങ്ങനെ എഴുതാം? ആർ എൽ ടി. ക്ലോക്ക് വൈസിലല്ലേ നമ്മൾ എഴുതേണ്ടത്, ആണോ? അപ്പോൾ ഇവിടെയും ക്ലോക്ക് വൈസിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ ഉണ്ട്, ഒ ഉണ്ട്, എ ഉണ്ട്. മൊത്തം 6 ആൽഫബറ്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ മൊത്തം ഇപ്പോൾ 1 2 3 4 5 ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇല്ലാത്ത ആൽഫബറ്റ് ഏതാ? ഇ അല്ലേ. അപ്പോൾ ആറിൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും മോനെ? ആറിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഇ അല്ലേ. ഇവിടെ നമ്മൾ ചോദിച്ചെന്താ, വിച്ച് ഫേസ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് ഇ എന്നാണ്. അപ്പോൾ ഇൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതാ? ആറല്ലേ. കാരണം എല്ലിൻ്റെ ഓപ്പോസിറ്റ് ഒ ആണ്, ടീൻ്റെ ഓപ്പോസിറ്റ് എ ആണ്, നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയും ആറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇ വരികയുള്ളൂ. സോ ആൻസർ ഏതാണ്? ഇ ആണ്, സോറി ആറാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. 3 2 3 2 3 ഓ ഓപ്ഷൻ ഓക്കെ. എളുപ്പമല്ലേ, കാരണം എന്താ, ഇവിടെ ജാംപ് എന്നുള്ള വേർഡുണ്ട്. സോ അതിൻ്റെ കോഡായിട്ട് കൊടുത്തിരിക്കുന്നത് 5139 എന്നതാണ്. സോ ബാം എന്നുള്ളതിൻ്റെ കോഡായിട്ട് കൊടുത്തിരിക്കുന്നത് 9521 ആണ്. സോ അങ്ങനെയാണ് ഈ എല്ലിൻ്റെ കോഡ് എന്താണെന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇവിടെ പൊസിഷൻ നമ്പേഴ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം എന്താ, ഇവിടെ ഇപ്പോൾ 2 വേർഡ് അതിൻ്റെ കോഡ് കൊടുത്തിട്ട് അതിനകത്ത് ഒരു ആൽഫബറ്റിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദ്യം. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നോക്കി, ഈ 2 വേർഡിനകത്തും നോക്കുക, നമ്മൾ ഇപ്പോൾ ആൽഫബറ്റ്സ് നോക്കുവാണെങ്കിൽ ജാംപ് എന്നുണ്ട്, ഇവിടെ ബാം എന്നുണ്ട്. സോ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയുണ്ട്? എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, എം ഉണ്ട്, എം ഉണ്ട്, പി ഉണ്ട്, ബി ഉണ്ട്. സോ നമ്മൾ നമ്പേഴ്സും നോക്കുക. നമ്പേഴ്സ് കോമൺ ആയിട്ട് ഏതുണ്ട്? 9 ഉണ്ട്, 9 ഉണ്ട്, 5 ഉണ്ട്, 5 ഉണ്ട്, 1 ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 2 എണ്ണത്തിൽ ഇപ്പോൾ ജാമ്പ് എടുത്തു കഴിഞ്ഞാൽ ബാം എടുത്താലും അതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയുണ്ട്? എ ഉണ്ട്, എം ഉണ്ട്, ബി ഉണ്ട്. കോമൺ അല്ലാത്ത ജെയും എല്ലും ആണ്. നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്പേഴ്സിനകത്ത് കോമൺ ആയിട്ട് ഏതൊക്കെയുണ്ട്? 5 ഉണ്ട്, 1 ഉണ്ട്, 9 ഉണ്ട് ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി ജാമ്പ്. അപ്പം എയുടെയും എമ്മിൻ്റെയും ബിയുടെയും കോഡ് എന്തായിരിക്കും? കാരണം ഇവിടെയും എയും എമ്മും ബിയും ഉണ്ട്, ഇവിടെയും എയും എമ്മും ബിയും ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5 1 9 ആണ്. അപ്പം ഇതിൻ്റെ കോഡ്, എയുടെ കോഡ് ഒന്നുകിൽ 5 ആകാം, അല്ലെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ 9 ആകാം. അതുപോലെ തന്നെ എമ്മിൻ്റെ കോഡ് ഒന്നുകിൽ 5 ആകാം, അല്ലെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ 9 ആകാം. നമുക്ക് പുതിയ ഉറപ്പാണ്, എയുടെ എമ്മിൻ്റെയും ബിയുടെയും കോഡെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 5 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 9. അത് ഉറപ്പുള്ള കാര്യമല്ലേ. പിന്നെ ഇവിടെ ഇല്ലാത്ത ഏതാ? ജെ ആണ്. അപ്പോൾ ഇവിടെ അധികമായിട്ട് വന്ന നമ്പർ ഏതാ? 3 ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ജെയുടെ കോഡ് എന്തായാലും 3 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഏതാ? എൽ ആണ്. സോ ഇവിടെ ഇല്ലാത്ത നമ്പർ ഏതാ? 2 ആണ്, കോമൺ അല്ലാത്തത്. അപ്പോൾ എല്ലിൻ്റെ കോഡ് എന്തായാലും 2 ആയിരിക്കും. സോ ആൻസർ എന്താ? വേണ്ടതാണ്. സോ ഇവിടെ ചോദിച്ചാൽ എല്ലിൻ്റെ കോഡല്ലേ, എല്ലിൻ്റെ കോഡ് എന്താ? 2. മനസ്സിലായോ? എല്ലിൻ്റെ കോഡ് എന്താ? 2 ആണ്. എല്ലിൻ്റെ കോഡ് എന്താ? ശരി. എൻ്റെ ആൻസർ എന്ത് വരും? 208 190 163 127 82. 208 ആയി, 190 ആയി, 163 ആയി, 127 ആയി, 82 ആയി. സോ നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. നമ്പേഴ്സ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുമല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടുത്തെ ഡിഫറൻസ് എത്ര? 208 190. സോ ഡിഫറൻസ് എത്ര ഇവിടെ? 18 അല്ലേ. അടുത്തത് 163 ആയി. സോ ഡിഫറൻസ് എത്രയാണ്? 27 അല്ലേ.
അടുത്തത് 127 ഡിഫറൻസ് എത്രയാണ്? 36. അടുത്തത് 82 ആവുന്നത്, 82 ആണ്. സോ 82 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എത്രയാണ്? 80 45 45 അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? നോക്ക്, ഇവിടുത്തെ പാറ്റേൺ എന്താ? ആദ്യം 18 കുറഞ്ഞു, പിന്നെ 27 കുറഞ്ഞു, 36 കുറഞ്ഞു, 45 കുറഞ്ഞു. അടുത്തിന് എത്ര ആയിരിക്കും കുറയേണ്ടത്? 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 18, 27, 36, അടുത്തെത്ര? 45, അടുത്തെത്ര? 54 കുറയണം അല്ലേ? 82 മൈനസ് 82 എത്ര കുറയണം? 54 കുറയണം. സോ 80 നിന്ന് 50 ആയ 30 ആയി, 32 നിന്ന് 4 ആയി 28 ആയി. മനസ്സിലായി? ഓപ്ഷൻ ഏതാ? 1 ആണ്. സോ അടുത്ത നോക്കി, ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 7 people LMNO PQ and R are sitting in a straight line facing north but not sitting. സോ 7 പേരുണ്ട്. 7 പേര് ഒരു സ്ട്രൈറ്റ് ലൈനിൽ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ്. സോ ഒന്നി ക്വസ്റ്റിൽ പറയും നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല, ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യണം. പിടി കിട്ടിയോ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കട്ടെ, ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണ്. നമ്മൾ അടുത്ത നോക്കണ്ടേ, എം ഇ സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് പി. അതായത് പി എന്ന് പറയുന്ന ആൾ ഇരിക്കുന്നത്, ഇതെല്ലാം നോർത്തിലേക്കല്ലേ ഫേസ് ചെയ്യുന്നത്? നോർത്തിലേക്കല്ലേ? അപ്പോൾ പി എന്ന് പറയുന്ന ആളുടെ ലെഫ്റ്റ് ഏതാ? അതേണ്ട ഇതല്ലേ? ആണോ? സോ പിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ് ആര്? എം. അപ്പോൾ ഇങ്ങനെ എഴുതാം, എം. അടുത്തത് ഒ ഇസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ് ഒ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇവരെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് സൈഡിലേക്ക് എഴുതി വെക്കാം. ഒ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. ഓക്കെ, ഇത് ഇവിടെ ഇരുന്നോട്ടെ. അടുത്തത് ആർ ഇസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി. പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് ആർ എന്നുള്ളത്. ഓക്കെ, അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ എഴുതി. ആർ ഇസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി ആൻഡ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എൽ. ആർ എന്ന് പറയുന്ന ആൾ പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റും എല്ലിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റുമാണ്. അപ്പോൾ എൽ എവിടെ വരണം? ഇവിടെ വരണം. അപ്പോഴേ എല്ലിൻ്റെ ലെഫ്റ്റ് ആവുന്ന ആറ്. കാരണം ഈ സെൻറ്റൻസ് നോക്കുമ്പോൾ ആർ ഈസ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി. ആർ എന്ന് പറഞ്ഞാൽ പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. പിന്നെ ആൻഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ആൻഡ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പറയുന്ന സെൻറ്റൻസ് നമ്മുടെ ഈ സെൻറ്റൻസിൽ ആദ്യം പറഞ്ഞ ആളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? ആൻഡ് ഇപ്പോൾ നമ്മളിപ്പോൾ ആർ ഈസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി ആൻഡ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ ആദ്യത്തെ ആളിനെ കുറിച്ചായിരിക്കും പറയുന്നത്. സോ ആർ ഈസ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എൽ. എല്ലിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ് ആർ. ഇനി എൻ ഈസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എൽ. എല്ലിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് എൻ. ആൻഡ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഒ. എൻ എന്ന് പറയുന്ന ആള് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എൽ ആണ്. പിന്നെ ആൻഡ് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന ആരെക്കുറിച്ചാണ്? ഫസ്റ്റ് ആളിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സോ എൻ എന്ന് പറയുന്ന ആൾ ഒയുടെ ലെഫ്റ്റുമാണ്. അപ്പോൾ ഒ ഇവിടെ പറയണ്ടേ? ഒയുടെ ലെഫ്റ്റാണ് എൻ. നമുക്കറിയാം ഒയുടെ റൈറ്റിലാണ് ആരുള്ളത്? ക്യൂ ഉള്ളത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇങ്ങനെയല്ലേ വരിക? എം ബി ആർ എൽ എൻ ഒ ക്യൂ. ഓക്കെ, സോ ഇവിടെ ചോദ്യം എന്താ? ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് എൻ എന്നാണ്. എന്നിൻ്റെ സെക്കൻഡ് ലെഫ്റ്റ് ആണ്. സോ എൻ ഇവിടെ അല്ലേ? സോ എന്നിൻ്റെ സെക്കൻഡ് ലെഫ്റ്റ് ആരാ? ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്. അപ്പോൾ ആർ അല്ലേ? എല്ലാവർക്കും ഇത് തന്നെയല്ലേ കിട്ടിയത്? എം ബി ആർ എൽ എൻ ഒ ക്യൂ എന്നല്ലേ കിട്ടിയത്? സോ ഓപ്ഷൻ ഏതാ? ഇതാണ്. സോ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, എസ് ബി സി എഫ് ഈസ് റിലേറ്റഡ് ടു ആർ എ ഡി ജി ഇൻ എ സർട്ടൻ വേ. ദ സെയിം വേ ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ വി എം ഒ ഈസ് റിലേറ്റഡ് ടു എം യു എൻ പി. സോ ഇവിടെ എന്താ പറയുന്നത്? എസ് ബി സി എഫ് എന്നുണ്ട്. സോ എസ് ബി സി എഫ്. സോ ഇതിൻ്റെ കോഡായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ആർ എ ഡി ജി എന്നാണ്. ആർ എ ഡി ജി. സോ അതുപോലെ തന്നെ രണ്ടാമത് ഇത് കൊടുത്തിരിക്കുന്നത് എൻ വി എം ഒ ആണ്. എൻ വി എം ഒ. സോ ഇതിൻ്റെ കോഡായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? എം യു എൻ പി എന്നാണ്. എം യു എൻ പി. സോ അങ്ങനെയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജി യു എ എക്സ് ആണ്. ജി യു എ എക്സ്. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടുത്തെ പാറ്റേൺ നോക്കി, എസ് എന്നുള്ളത് ഇവിടെ ആർ ആയിട്ടുണ്ട്. അതെങ്ങനെയാണ്? -1 ആണ്. ബി എന്നുള്ളത് എ ആയിട്ടുണ്ട്. അതെങ്ങനെയാണ്? -1 ആണ്. സി എന്നുള്ളത് ഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ്? +1 ആണ്.
എഫ് എന്നുള്ളതോ ജി ആയിട്ടുണ്ട് ആണോ. സോ ഇവിടെ -1 -1 +1 +1. സോ ഇവിടെ നോക്കി n-1 അല്ലേ എം, v-1 അല്ലേ യു, m+1 അല്ലേ എൻ, o+1 അല്ലേ പി. സോ ഇവിടെ പാറ്റേൺ എന്താ -1 -1 +1 +1 -1 -1 +1 +1. സോ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്ത് വരും? സോ ഇവിടെ -1 -1 +1 +1 g-1 എന്താ എഫ് അല്ലേ. സോ എഫിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ നോക്കുക, എല്ലാം എഫിലാണ്. അടുത്ത u-1 എന്താ ടി ആണ്, a+1 എന്താ ബി ആണ്. സോ എഫ് ടി ബി എന്ന് പറഞ്ഞു. x+1 എന്താ y ആണ്. സോ ഓപ്ഷൻ ഏതാ? സെക്കൻഡ് ഓപ്ഷൻ. ഓപ്ഷൻ ഏതാ? സെക്കൻഡ് ഓപ്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഇത് സീരീസ് അല്ലേ, ഇത് ചെയ്യാൻ പറ്റുമോ നോക്കി. നമ്മൾ നോക്കുമ്പോൾ ഇ എന്നുള്ളത് എച്ച് ആയി, എഫ് ജി എച്ച് അല്ലേ +3 ആണ്, എച്ച് എന്നുള്ളത് കെ ആണ്, IJK +3 ആണ്, കെ എന്നുള്ളത് അപ്പം എന്താവണം +3 ആവണ്ടേ. കെ കണ്ട് LMN ആണ്, ഇവിടെ എന്ത് വരണം? N വരണം. ഓക്കെ, n+3 എന്ന് പറഞ്ഞാൽ OPQ അല്ലേ. അപ്പം ഫസ്റ്റ് N വരണം. സോ ഈ 2 ഓപ്ഷൻ അപ്പോഴേ വെട്ടിക്കളയാം. ഇനി എച്ച് എന്നുള്ളത് IJ, ജെ ഉണ്ട് KL, ഇപ്പം എൽ ഉണ്ട് എന്ത് പറഞ്ഞാൽ MN എന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ട് ആൻസർ ഇതല്ലേ വരികയുള്ളൂ. OPQ അടുത്ത എന്തായാലും R പറഞ്ഞു. സോ ഇതേ വരും. ഇത് കണ്ടുപിടിച്ചേ. ഇതെന്താ? പേപ്പർ ആദ്യം ഇത് ഫോൾഡ് ചെയ്തു, ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദ്യം. എളുപ്പമല്ലേ? ഓപ്ഷൻ ഏതാ? ബി അല്ലേ? കണ്ണും പൂട്ടി പറയാമല്ലോ, എന്തുകൊണ്ടാണ്? ആദ്യം നമ്മുടെ പേപ്പർ ഉണ്ടായിരുന്നു, അത് ആദ്യം ഹാഫായിട്ട് മടക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കട്ടിട്ടു, ഇവിടെ കട്ടിട്ടു, ഇവിടെ കട്ടിട്ടു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ റൈറ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ മിറർ ഇമേജ് അല്ലേ ഇപ്പുറത്ത് കിട്ടേണ്ടത്, ആണോ? അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് അവിടെ എടുക്കുമ്പം എന്ത് പറ്റും? ഇതുപോലെ ഇത് കട്ട് ചെയ്തേണ്ട ഇവിടെ വരും, ഇതെവിടെ വരും? വേണ്ട ഇവിടെ വരും, ഇതെവിടെ വരും? വേണ്ട ഇവിടെ വരും. സോ അങ്ങനെ വരുന്ന ഏതേ ഉള്ളൂ? വേണ്ട ഇതല്ലേ ഉള്ളൂ. സെക്കൻഡ് ഓപ്ഷൻ അല്ലേ. സോ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കി. നൺ വന്നു, ഒരാൾക്ക് 2 വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഗ്രേസ്ഫുൾ എന്നുള്ള വേർഡുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചോദ്യം എന്താ വെച്ചാൽ GRACEFUL. അപ്പോൾ ഈ വേർഡ് ഇപ്പോൾ ഗ്രേസ്ഫുൾ എന്നുള്ള വേർഡുണ്ട്. സോ ഇതിനകത്ത് ആൽഫബറ്റ്സ് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ ചേഞ്ച് ആവാത്തത് ഏതൊക്കെ ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം GRACEFUL എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആൽഫബറ്റിക്കൽ ഓർഡർ, നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡർ പറയുമ്പോൾ ഫസ്റ്റ് ഏതാ? ABCDEFG അങ്ങനെയല്ലേ പോവുക. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്ന ഏത് വേർഡുണ്ട്? ആൽഫബറ്റ് ഏതുണ്ട്? A അല്ലേ. സോ A നമ്മൾ എന്ത് ചെയ്യണം? വേണ്ട ഇവിടെ എഴുതണം. A കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏതാ? B ഇല്ല, C ഉണ്ട്, C ഇവിടെ എഴുതുക. D ഉണ്ടോ? ഇല്ല. E ഉണ്ട്, എഴുതുക. E ഉണ്ട്. F ഉണ്ടോ? ഉണ്ട്, എഴുതുക. അതുകൊണ്ട് G ഉണ്ടോ? ഉണ്ട്, എഴുതുക. FG, H ഉണ്ടോ? ഇല്ല. I ഉണ്ടോ? ഇല്ല. അതായത് ഇത്രയും നമ്മൾ എഴുതി. ഇനിയും ABCDEFG അങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി നമുക്ക് എഴുതാനുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? ആറും യുവുമാണ്. സോ G കഴിഞ്ഞാൽ പിന്നെ വരുന്ന R ആണോ U ആണോ? R അല്ലേ. സോ നമ്മൾ R എഴുതുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? U എഴുതുക. സോ നമ്മൾ ഇങ്ങനെ എഴുതി പോകുമ്പം അത് ഈ പൊസിഷൻ ചേഞ്ച് ആവാത്തത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. നോക്കി, ഇത് പൊസിഷൻ ചേഞ്ചായി, പൊസിഷൻ ചേഞ്ചായി, 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 ചേഞ്ചായി. ഓ, നമ്മൾ ഒരെണ്ണം വിട്ടുപോയെന്ന് വെച്ചാൽ G കഴിഞ്ഞിട്ട് ഏതുണ്ട്? L ഉണ്ട്, പിന്നെ R ഉണ്ട്, U ഉണ്ട്. നോക്കി, അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും FL ആണ്, യുവിൻ്റെ പ്ലേസിൽ R വന്നു, എല്ലിൻ്റെ പ്ലേസിൽ U വന്നു. സോ ഇതിനകത്ത് ഏതെങ്കിലും പൊസിഷൻ ചേഞ്ച് ചെയ്യാത്തതുണ്ടോ? പൊസിഷൻ ചേഞ്ച് ചെയ്യാത്തതായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കാരണം ജിയുടെ പ്ലേസിൽ അവിടെ A വന്നു, ആറിൻ്റെ പ്ലേസിൽ C വന്നു, എയിൻ്റെ പ്ലേസിൽ E വന്നു, ഇൻ്റെ പ്ലേസിൽ F വന്നു, സിൻ്റെ പ്ലേസിൽ F വന്നു, ഇൻ്റെ പ്ലേസിൽ G ആണ് വന്നത്, എഫിൻ്റെ പ്ലേസിൽ L വന്നു, യുവിൻ്റെ പ്ലേസിൽ R, എല്ലിൻ്റെ പ്ലേസിൽ U. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യാത്ത ഏതാണ്ട് ഈ പൊസിഷൻ ചേഞ്ച് ആവാത്തതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ എഴുതി പോകുമ്പം
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇങ്ങനെ എഴുതി പോകുമ്പം ഇപ്പോൾ ഇവിടെ ഇ അല്ലേ, സോ ഈൻ്റെ പ്ലേസിൽ നമുക്ക് ഈ വന്നു എന്ന് വെക്കുക. ഈൻ്റെ പ്ലേസിൽ എന്ത് ചെയ്യുക, ഈ വന്നു എന്ന് വെക്കുക. അപ്പം നമുക്ക് പറയാം അതുകൊണ്ട് ഈ പൊസിഷൻ ചേഞ്ച് ആയിട്ടില്ലെന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ, ഇവിടെ ഏതാ വന്നിരിക്കുന്നത്, ഈൻ്റെ ഇത് മാറി പൊസിഷൻ എല്ലാം മാറിയേക്കുമല്ലേ. അപ്പോൾ ഇവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാത്തതായിട്ട് ഓർണവുമില്ല. ഓക്കെ, അൺചേഞ്ച് ആവാത്തത് ഓർണവുമില്ല. അപ്പോൾ ആൻസർ എന്താ, നണ്ണാണ്. മക്കളെ എളുപ്പമല്ലേ, നോക്കി. ഓൾ കോൺക്രീറ്റ്സ് ആർ വാൾസ് എന്ന് പറയുന്നുണ്ട്. എല്ലാ കോൺക്രീറ്റ്സും വാൾസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം ഇതെല്ലാം കോൺക്രീറ്റ് ആണ്, ഇതെല്ലാം വാളാണ്. അടുത്തത് പറയുന്നത് എല്ലാ ബ്രിഡ്ജസും എന്താണ്, വാൾസ് ആണ്. സോ ഈ 3 സ്റ്റേറ്റ്മെൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാ ഗിബ്യോൺസും എന്താണ്, വാൾസ് ആണ്, എല്ലാ കോൺക്രീറ്റും വാൾസ് ആണ്, എല്ലാ ബ്രിഡ്ജസും വാൾസ് ആണ്. ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് കൺക്ലൂഷൻ സം ബ്രിഡ്ജസ് ആർ ഗബ്യോൺസ് എന്ന് പറയുന്നുണ്ട്. സം ബ്രിഡ്ജസ് ആർ ഗബ്യോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും പറയാൻ പറ്റുമോ നമുക്ക്? പറ്റില്ല. കാരണം ഈ ഗബ്യോൺസും ബ്രിഡ്ജസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഒരു കണക്ഷനും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഡയഗ്രാം വേണമെങ്കിൽ ഇങ്ങനെ വന്നുകൂടെ, അതായത് ഇത് വോളാണ്, ഇത് ഗബ്യോണാണ്, ഇത് കോൺക്രീറ്റ് ആണ്, ഇത് ബ്രിഡ്ജാണ്. ഇപ്പോൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാതെ വരാമല്ലോ. അപ്പം നമ്മെടുത്ത് ഗബ്യോൺസും ബ്രിഡ്ജസും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ ഗബ്യോൺസും കോൺക്രീറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ കോൺക്രീറ്റും ബ്രിഡ്ജും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, സം ബ്രിഡ്ജസ് ആ ഗബ്യോൺസ് എന്ന് പറയുന്നുണ്ട്. അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ഫോളോ ചെയ്യത്തില്ല. സം കോൺക്രീറ്റ്സ് ആർ ബ്രിഡ്ജസ്, കോൺക്രീറ്റും ബ്രിഡ്ജും തമ്മിൽ കണക്ഷൻ ഒന്നും ഇതിനകത്ത് പറയുന്നുണ്ടോ? പറയുന്നില്ല. അതിനർത്ഥം ഒന്നാമത്തെയും രണ്ടാമത്തെയും കൺക്ലൂഷൻ എന്ത് ചെയ്യത്തില്ല, ഫോളോ ചെയ്യത്തില്ല. നെയ്തർ 1 nor 2 ഫോളോ. മനസ്സിലായി? കാരണം ഇവർ ഗബ്യോൺസ് വാൾസ് എന്ന് പറയുന്നുണ്ട്, കോൺക്രീറ്റ് വാൾസ് എന്ന് പറയുന്നുണ്ട്, എല്ലാ ബ്രിഡ്ജസും വാൾസ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗബ്യോൺസും ബ്രിഡ്ജസും തമ്മിൽ ഒരു കണക്ഷൻ പറയുന്നില്ല. ഗബ്യോൺസും കോൺക്രീറ്റും തമ്മിൽ ഒരു കണക്ഷൻ പറയുന്നില്ല. ബ്രിഡ്ജസും കോൺക്രീറ്റും തമ്മിൽ ഒരു കണക്ഷൻ പറയുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഒന്നും അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ പോസിബിലിറ്റി ഡയഗ്രാം വല്ലതും വരയ്ക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുക? എല്ലാം വേണ്ട സമ്മ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ആണോ? അപ്പോൾ നമ്മൾ നമ്മുടെ എന്ത് ചെയ്യുക, മാന്യമായിട്ടുള്ള അവർ എന്താണോ പറഞ്ഞത് അത് മാത്രം ജസ്റ്റ് വരച്ച് വെച്ചാൽ മാത്രം മതി. സോ അത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും പറഞ്ഞിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞത് സം ബ്രിഡ്ജസ് ആർ ഗബ്യോൺസ് എന്നാണ്, ആണോ? അല്ല. സം കോൺക്രീറ്റ്സ് ആർ ബ്രിഡ്ജസ് ആണോ? അല്ല. സോ 2 കൺക്ലൂഷനും ഫോളോ ചെയ്യില്ല. സോ ഇവിടെ നോക്കി, എന്ത് വരും? എളുപ്പമല്ലേ? ഇവിടെയാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ആവുമെന്നല്ലോ, തല കുത്തത്തില്ലല്ലോ. നമ്മൾ ഈ ഫിഗറിൽ നോക്കാം, പെട്ടെന്ന് കാണുമ്പോഴേ അറിയാം ഇതിനകത്ത് ആ മറ്റേ ബ്ലാക്ക് ഡോട്ട് ഉണ്ടോ ഇല്ല. അപ്പോൾ ഇതെപ്പോഴേ കട്ട് ചെയ്യാം. ഇനി നോക്കുക, ഇവിടെ നേട്ട് ഇങ്ങനെ ലൈനൊക്കെ ഉണ്ട്. മിറർ ഇമേജ് എടുക്കുക, അത് മാഞ്ഞു പോകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതില്ല, അത് അപ്പോഴേ കട്ട് ചെയ്യാം. ഇനി നോക്കി മിറർ ഇമേജ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒന്നാമത്തെ നാലാമത്തെ കമ്പയർ ചെയ്യാം. എന്നിട്ട് ഇത്രയും പോർഷൻ നമുക്ക് സെയിം ആണ് അല്ലേ, ഒരു വ്യത്യാസമില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നീട് നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു ലൈനുണ്ട്. സോ അത് കണ്ണാടിയിൽ വരുമ്പോൾ എങ്ങനെ വരും? കണ്ണാടി വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ വരിക, ആണോ? നോക്കി, ഇങ്ങനെ വന്നത് ഇങ്ങനെ ആകണമെങ്കിൽ അതെന്തായിരിക്കണം? വാട്ടർ ഇമേജ് ആയിരിക്കണം അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാ? 4 അല്ലേ? ഓപ്ഷൻ 4 ആണ്. ഇവിടെ നോക്കി, ഇവിടെ ചോദിച്ചത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ഇവർ പറയുന്നത് ഡിവിഷൻ ആൻഡ് ഇൻറ്റു ആർ ഇൻ്റർചേഞ്ച്ഡ് ആൻഡ് പ്ലസ് ആൻഡ് മൈനസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. അത് ഡിവിഷനും ഇൻറ്റും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, പ്ലസും മൈനസും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നതാണ് ചോദ്യം. ഓക്കെ, ശരി, എളുപ്പമല്ലേ? കാരണം എന്താ, ഇവിടെ 50 + 9 × 1
-63 ഡിവൈഡഡ് ബൈ 7 ഇങ്ങനെ ആവത്തില്ലേ? ഇങ്ങനെ ആവത്തില്ലേ? സോ അങ്ങനെ നോക്കുമ്പം 63 ആദ്യം ഡിവിഷനല്ലേ ചെയ്യേണ്ടത്. കാരണം ഇവിടെ നോക്കി, ഇവിടെ ഡു നോട്ട് ഫോളോ ബോർഡ് മാസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇങ്ങോട്ട് ഡു നോട്ട് ഫോളോ ബോർഡ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അങ്ങ് ചെയ്യുക. ഓക്കെ, ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂള് വെച്ച് തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ 63 ഡിവൈഡ് ബൈ 7 എന്താണ്? 9 അല്ലേ? ഇവിടെ മൈനസ് ഉണ്ട്, പിന്നെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ 9 × 1 എന്താണ്? 9. സോ ഇവിടെ 50 + 9 - 9. സോ 9 - 9 എന്താ? 0 ആണ്. സോ ആൻസർ എന്താ? 50 ആണ്. ആൻസർ എന്താ? 50 ആണ്. സോ അടുത്ത് നോക്കി, ഇത് സീരീസ് ആണ്. സോ നെക്സ്റ്റ് എന്ത് വരും എന്നുള്ളതാണ് ചോദ്യം. നോക്കി, നമ്മളിവിടെ നോക്കുമ്പം ആദ്യം ഡോളറിൻ്റെ സിമ്പിൾ ഉണ്ടായിരുന്നു. സോ ഡോളർ എന്നുള്ളത് B1. ഓക്കെ, നോക്കാം. ഡോളർ എന്നുള്ളത് നോക്കി, ഡോളർ അതിനകത്ത് ഒരു ഡോളർ അങ്ങ് മാറിയിട്ട് പുതിയതായിട്ട് 2 സിമ്പിൾ വന്നു. സെയിം സിമ്പിൾ 2 എണ്ണം വന്നു അല്ലേ? സെയിം സിമ്പിൾ 2 എണ്ണം വന്നു. സോ അടുത്തതിൽ വരുമ്പോൾ ഡോളർ അവിടെ തന്നെ ഉണ്ട്. ഈ സിമ്പിളിനകത്തുനിന്ന് ഒരെണ്ണം കട്ടായിട്ട് പുതിയതായിട്ട് വരുന്നത് 3 എണ്ണമായി. ഇവിടെ 2 എണ്ണമാണ് അധികം വന്നത്, ഇവിടെ എന്ത് പറ്റി? 3 എണ്ണം അധികം വന്നു. അപ്പം അടുത്തത് വരുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ അങ്ങ് കട്ടാവും. അപ്പം 3 ട്രയാങ്കിൾ ഉള്ളതിനകത്ത് ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ. ഇനി പുതിയ സിമ്പിൾ വരുന്ന എത്ര എണ്ണം വേണം? 4 എണ്ണം ഉണ്ട്. നോക്കി, 1 2 3 4. അപ്പം അങ്ങനെ ലോജിക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 4 സർക്കിളുണ്ട്. സോ അടുത്തതിനകത്ത് വരുമ്പം ഒരു സർക്കിൾ അങ്ങ് കുറയണം. അപ്പം 3 സർക്കിൾ മതി. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 സർക്കിളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 ഉണ്ട്. ഓക്കെ, ഇവിടെ 1 2 3 ഉണ്ട്. ഓക്കെ, ഇവിടെ 1 2 3 4 5 എണ്ണം ഉണ്ട്. 5 സർക്കിളിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ സർക്കിളിൻ്റെ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ 3 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യം, ഇനി ഒരു സിമ്പിൾ വരണം. അത് എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. അപ്പോൾ ഇവിടെ നോക്കി, 5 എണ്ണം ഉള്ളത് 1 2 3 4 5. ഇവിടെയോ 1 2 3 4 5. പക്ഷേ പ്രശ്നം എന്താ? B ആണോ C ആണോ വരിക? B അല്ലേ വരിക? ആണോ? എന്തുകൊണ്ടാ? ഇവിടെ ട്രയാങ്കിൾ 2 എണ്ണം ഉണ്ടല്ലോ. ഇവിടെ ട്രയാങ്കിൾ എത്തണം. ഇവിടെ എത്ര എണ്ണമേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. എത്ര എണ്ണമേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾ ഇല്ലേ? ഇവിടെ 2 ട്രയാങ്കിൾ ഇല്ലേ? അപ്പോൾ ഇവിടെ 2 എണ്ണം തന്നെ വേണ്ടേ? അപ്പോൾ ഓപ്ഷൻ ഏതാ? B അല്ലേ? ഇവിടെ പക്ഷേ ഒരു ട്രയാങ്കിളേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏതാ? B ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. നമ്മളിവിടെ നോക്കുമ്പം ഇപ്പോൾ നമുക്കിങ്ങനെ തന്നു. സോ ഇത് നമ്മൾ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ -HKM ഉണ്ട്, പിന്നെ O-NP ഉണ്ട്, പിന്നെ RN-S ഉണ്ട്, പിന്നെ UQT- ഉണ്ട്, XTW- ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കി, ഇവിടെ നമുക്ക് 1 2 3 4 1 2 3 4, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം 4 വീതമാണെന്ന് പിടികിട്ടി. അപ്പം നമ്മൾ നോക്കേണ്ടത്, ഈ M കഴിഞ്ഞിട്ട് എത്രാമത്തെ O? NO അല്ലേ? +2 ആണ്. P കഴിഞ്ഞിട്ട് എത്രാമത്തെ R? QR +2 ആണ്. S കഴിഞ്ഞിട്ട് എത്രാമത്തെ U? +2 ആണ്. അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ കൂടെ +2 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? X കിട്ടണം. അല്ലേ? അപ്പോൾ ഇവിടെ ഏത് വരണം? V അല്ലേ വരേണ്ടത്? കാരണം എന്താ? VWX എന്നല്ലേ? ആണോ? അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ഡാഷ് V എന്ന് പറഞ്ഞണം. ഉറപ്പായല്ലോ, സെക്കൻഡ് ലാസ്റ്റ് ഡാഷ് V എന്ന് പറഞ്ഞണം. അപ്പോൾ ഇവിടെ ഓക്കെ, ഇത് V ആണ്, പക്ഷെ ഇവിടെ U ആണ്. ഓക്കെ, അത് വെട്ടാം. ഇവിടെ V ആണ്. ഓക്കെ, അതുണ്ട്. ഇവിടെ U ആണ്. അപ്പോൾ അതും വെട്ടാം. പിന്നെ അടുത്തത് നോക്കുക. അടുത്തത് നമ്മൾ നോക്കുമ്പം നോക്കി, ഇപ്പോൾ നമുക്ക് പിടി കിട്ടി. ഇവിടെ K കഴിഞ്ഞിട്ട് M വന്നു. സോ Kയും M തമ്മിലുള്ള കണക്ഷൻ അതാ. KLM ആണ്.
എന്നും പിയും തമ്മിലുള്ള കണക്ഷൻ ഒ പി ആണല്ലോ. അപ്പം ഇവിടെ ഉള്ളതിലൂടെ +2 ചെയ്യുമ്പോൾ എനിക്ക് എസ് കിട്ടണം, ആണോ? അപ്പോൾ അവിടെ ഏത് വരണം? Q+2 അല്ലേ എസ്, Q ഉണ്ട് RS. അപ്പോൾ ഇവിടെ എന്തായാലും Q വരണം. ഓക്കെ, അപ്പോൾ വിക്ക് തൊട്ട് മുന്നേ Q വരണം. അപ്പോൾ ഇവിടെ വിക്ക് തൊട്ട് മുന്നേ R ആണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ Q ഉണ്ട്. നമ്മുടെ ആൻസർ ഇതായിരിക്കും. നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ Q വന്നു, എസ് വന്നു. ഓക്കെ, TUV. അപ്പോൾ ഇവിടെ W ഉണ്ടെങ്കിൽ എന്ത് വരണം? XY വരണം. അപ്പം ലാസ്റ്റ് എന്തായാലും Y ആണ് പറഞ്ഞത്. അപ്പോൾ അതും ശരിയായി. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ ഏതേ വരും? തേടേ വരും. ഓപ്ഷൻ ഏതേ വരും? തേടേ വരും. അപ്പോൾ നമുക്കിനി എല്ല് കണ്ടുപിടിക്കാം. നോക്കി, ഇവിടെ എല്ല്, ഇവിടെ കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്പയർ ചെയ്താൽ മതി. പിടികിട്ടിയോ? നോക്ക്, ഇത് നമുക്ക് എല്ല് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫസ്റ്റ് 2 എണ്ണം വെച്ച് നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് നോക്ക്. TUVWX +4 ആണ്. Qയും U നോക്കി, Q RSTU +4 ആണ്. ഈ എന്നും ആറും നോക്കിയാലും അങ്ങനെ തന്നെയല്ലേ? NOPQR +4 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൽഫബറ്റിൻ്റെ കൂടെ +4 കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? O കിട്ടണം. അപ്പോൾ ഇവിടെ എന്ത് വരണം? K വരണം. K +4 ആണ് എന്ത്? O. അപ്പോൾ ഇവിടെ K വന്നല്ലേ പറ്റൂ. സോ ആ K ആണ്. ഇവ H+4 നോക്കണം. H+4 എന്താ? IJKL. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ ഏതേ വരും? തേർഡ് ഓപ്ഷനെ വരും. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഒന്നുകൂടെ നോക്കി, അതായത് നമ്മളിവിടെ പാറ്റേൺ നോക്കുമ്പം നോക്കി, നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണുമ്പോൾ അറിയാം HKM, എന്നിട്ട് ഇവിടെ പിന്നെ ഒരു ഗ്യാപ്പാണ്. O-NP ഗ്യാപ്പാണ്. NRN-S ഗ്യാപ്പാണ്. സോ ഇങ്ങനെയാണ് ഗ്യാപ്പ് വന്നത്. അപ്പം 4 എണ്ണം വെച്ചാണ് ഈ കണക്ഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 എണ്ണം വെച്ചാണ് ഉള്ളത്. സോ ഈ 4 എണ്ണം വെച്ച് വരുമ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ കെയും എമ്മും തമ്മിലുള്ള കണക്ഷൻ ഞാൻ നോക്കി. അപ്പോൾ കെയും എമ്മും തമ്മിലുള്ള കണക്ഷൻ K കഴിഞ്ഞിട്ട് LM ആണ്, +2 ആണ്. സോ ഇവിടെ എന്നും പിയും തമ്മിലുള്ള കണക്ഷൻ NOP +2 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ +2 ചെയ്യുമ്പോൾ എസ് കിട്ടണ്ടേ? ഓക്കെ, അപ്പം അങ്ങനെ ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടീൻ്റെ കൂടെ +2 കിട്ടുമ്പോൾ എന്ത് കിട്ടും? V അല്ലേ? അപ്പോൾ ഇവിടെ എന്തായാലും V വന്നേ പറ്റൂ, ആണോ? ഇവിടെ K+2 ആണ് M, N+2 ആണ് P. അപ്പോൾ ഇവിടെ ഉള്ള +2 ചെയ്യുമ്പോൾ എസ് കിട്ടണം. അപ്പോൾ ഇവിടെ എന്ത് വരണം? Q വരണം. T+2 ആണ് V. അപ്പോൾ W+2 എന്താ? Y. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്ന 3 ആൽഫബറ്റ് Qയും Vയും Yയും ആയിരിക്കണം. ഇവിടെ X ആണ് ലാസ്റ്റ് വന്നത്, അപ്പോൾ അത് വരില്ല. ഇവിടെ Qയും Vയും Yയുമാണ്, അതും വരില്ല. ഇവിടെ Q V Y ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വരാൻ സാധ്യതയുള്ളൂ. മനസ്സിലായോ? സോ അങ്ങനെയാണ്. ഇനി നമുക്ക് പല കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാം. ഇപ്പം ഞാൻ ഒരു കണക്ഷൻ പറഞ്ഞാണ് ഇങ്ങനെ. സോ അതിനകത്ത് തന്നെ Qയും Vയും Yയും ലാസ്റ്റ് പറഞ്ഞത് പിടികിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു? വേണ്ട എഴുതി. നമുക്കിനി വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നോക്കി, ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പം എനിക്ക് ഇവിടുത്തെ ആൽഫബറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പം നോക്കി ഈ N എങ്ങനെ O ആയെന്ന് നോക്കിയാൽ മതി. സോ ആ കണക്ഷൻ തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ. N+1 ആണ് O. അപ്പം K+1 എന്താ? L ആയിരിക്കും. അപ്പം സ്റ്റാർട്ടിങ് L വന്നല്ലേ പറ്റും. സോ നമുക്ക് എങ്ങനെയും ചെയ്യാം. നമുക്ക് പാറ്റേൺ ഒന്ന് കിട്ടിയാൽ മതി. അപ്പം ബാക്കിയുള്ള നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. താങ്ക് യു.